on a closed and bounded regions. നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ലെങ്കിൽ ഒന്നിലധികം ടേംസ് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ഇന്റീരിയർ പോയിന്റ്സിൽ എന്ത് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള കണ്ടീഷൻ എഫ് എക്സും, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എഫ് വൈയും 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെയും നമ്മൾ ബൗണ്ടറിയിലുള്ള പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഒരു ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ടോട്ടൽ റീജിയന്റെ അകത്തുള്ള മാക്സിമത്തെയും മിനിമത്തെയാണ്. സോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അവിടെ ഇന്റീരിയർ പോയിന്റ്സിലോ ബൗണ്ടറി പോയിന്റ്സിലോ ആയിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ്, ഇന്റീരിയർ പോയിന്റ്സിലാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എഫ് എക്സ് 0 ആകുന്ന, എഫ് വൈ 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ചെയ്യാം. ഈ ബൗണ്ടറി പോയിന്റ്സിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ ബൗണ്ടറി പോയിന്റ്സ് ഫംഗ്ഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ വേറെ മാർഗങ്ങളില്ല. സോ എമംഗ് ദീസ് പോയിന്റ്സ്, അതായത് ഇന്റീരിയർ പോയിന്റ്സിലുള്ള എല്ലാ പോസിബിലിറ്റിയിലും ബൗണ്ടറി പോയിന്റ്സിലുള്ള എല്ലാ പോസിബിലിറ്റിയിലും ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും മാക്സിമം കിട്ടുന്നതിനെയാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മിനിമം കിട്ടുന്നതിനെയാണ് അബ്സല്യൂട്ട് മിനിമം എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലോസ്ഡ് റീജിയന്റെ കേസിൽ അതിനൊരു ബൗണ്ടറി ഉണ്ടാകും. സോ നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കുമ്പോൾ ഈ കണ്ടീഷൻ മാത്രം ഇട്ട് കൊടുത്താൽ നമുക്ക് ഇന്റീരിയർ പോയിന്റ്സിന്റെ കേസിലുള്ള മാക്സിമം മിനിമമേ കിട്ടത്തുള്ളൂ. ടോട്ടലി ഉള്ള മാക്സിമം മിനിമം കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ചെക്ക് ദ ഫംഗ്ഷൻ ഇൻ ദ ബൗണ്ടറി പോയിന്റ്സ് ആസ് വെൽ. ഓക്കെ, അങ്ങനെ ബൗണ്ടറി പോയിന്റ്സിലും ഇന്റീരിയർ പോയിന്റ്സിലും ചെക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ടോട്ടലി ഉള്ള മാക്സിമത്തെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്നും ടോട്ടലി ഉള്ള മിനിമത്തെയാണ് അബ്സല്യൂട്ട് മിനിമ എന്നും വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് the absolute maximum and minimum values of absolute maximum and minimum values of f of xy is equal to 2 plus 2x plus 2y minus x square minus y square in the triangular plate in the quadrant bounded by the lines x is equal to 0, y is equal to 9 minus x. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ 2 plus 2x plus 2y minus x square minus y square എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഏത് പോയിന്റ്സിലാണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കുലർ റീജിയന്റെ അകത്താണ് നമുക്കിത് കണ്ടെത്തേണ്ടത്. സോ നമുക്ക് ആദ്യം നമ്മുടെ റീജിയൻ വരച്ചു നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ എക്സ് വൈ ആക്സിസ് വരച്ചു. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വൈ ആക്സിസ്, ദിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് വൈ ആക്സിസ്.
Okay, and y is equal to 9 minus x is equal to 9 minus x. Y is equal to 9 minus x ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, കാരണം എക്സിന്റെയും വൈയുടെയും പവർ 1 ആണ്. സോ ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് 2 പോയിന്റ്സ് കണ്ടെത്തിയാൽ മതി. സോ ആദ്യം x is equal to 0 കൊടുക്കും. x is equal to 0 ആകുമ്പോൾ y is equal to 9 എന്ന് കിട്ടും. അടുത്തത് y is equal to 0 കൊടുക്കും. y is equal to 0 കൊടുക്കുമ്പോൾ x is equal to 9 എന്ന് കിട്ടും. സോ നമ്മുടെ 2 പോയിന്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് 0 9, 2 9 0. So this is actually a minute, just 1 minute. അത് വരച്ച് വരുമ്പോൾ 50,000 ഉണ്ട്. 4760. അപ്പൊ അത് ഇതിനകത്ത് നോക്കി പുറത്തോണേ നോക്കിയത് ഞാൻ തിരിച്ചെഴുതിയിട്ടുണ്ട്. അത് കുറച്ചാണ് എത്ര ദിവസം. ഓക്കെ. ഹലോ ഓക്കെ, ഒറ്റ മിനിറ്റ്, ഒരു ചെറിയ പ്രശ്നം വന്നതാണ്. സോ എക്സ് 0 ആകുമ്പോൾ y 9 ആകും, y 0 ആകുമ്പോൾ x 9 ആകും. സോ ഫസ്റ്റ് പോയിന്റ് 90 എന്നുള്ള പോയിന്റ് ഇതാണ്. ദിസ് ഈസ് 90 09 എന്നുള്ള പോയിന്റ് ഇതാണ്. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്ത് 2 പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, ഇവിടെ ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്നാണ് ഫസ്റ്റ് ക്വാർട്ടർ. സോ വിച്ച് മീൻസ് ഫസ്റ്റ് ക്വാർട്ടറിൽ ഇതാണ്. എക്സ് പോസിറ്റീവ് ആയിരിക്കണം, വൈയും പോസിറ്റീവ് ആയിരിക്കണം. സോ ദിസ് ഈസ് അവർ റീജിയൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ക്ലാസ് ഓഫ് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ഈ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ്, ഞാൻ ഇപ്പൊ വരയ്ക്കുന്നതാണ് ബൗണ്ടറിയിലുള്ള പോയിന്റ്സ്. ഓക്കെ, ഈ ട്രയാങ്കിൾ ആണ് നമ്മുടെ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ്. രണ്ടാമത്തേത് അകത്തെ പോയിന്റ്സ്. ഈ അകത്തെ പോയിന്റ്സ് ആണ് ഇന്റീരിയർ പോയിന്റ്സ്. അപ്പൊ നമുക്ക് 2 ഡിഫറെന്റ് ക്ലാസ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ബൗണ്ടറി പോയിന്റ്സ്, 2 ഇന്റീരിയർ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ ആദ്യം ഇന്റീരിയർ പോയിന്റ്സിലുള്ള മാക്സിമം മിനിമം നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള മാർഗം എന്ന് വെച്ചാൽ ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ എഫ് എക്സ് ഈസ് 2ന്റെ ഡെറിവേറ്റീവ് ഈസ് 0, 2xന്റെ ഡെറിവേറ്റീവ് ഈസ് 2, 2yയുടെ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2x, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ എഫ് എക്സ് 0 ആയിരിക്കണം, വിച്ച് മീൻസ് 2 മൈനസ് 2x ഈസ് ഈക്വൽ ടു 0, which means 2 is equal to 2x, which implies x is equal to 1. അതുപോലെ fy യും 0 ആയിരിക്കണം. സോ fy 0 ആകുക എന്ന് വെച്ചാൽ fy is actually 2ന്റെ ഡെറിവേറ്റീവ് is 0. വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. സോ 2x കോൺസ്റ്റന്റ് ആണ്. 2xന്റെ ഡെറിവേറ്റീവ് is 0, 2yയുടെ ഡെറിവേറ്റീവ് is 2, മൈനസ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് is 0, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2y. സോ fy യും 0 ആകുക എന്ന് വെച്ചാൽ 2 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 ആകുക, വിച്ച് മീൻസ് 2 ഈസ് ഈക്വൽ ടു 2y ആകുക, വിച്ച് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 1 ആകുക. സോ ഇവിടത്തെ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം മിനിമം കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് വെച്ചാൽ x ഈസ് ഈക്വൽ ടു 1ഉം y ഈസ് ഈക്വൽ ടു 1ഉം മാത്രമാണ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ പോയിന്റ്. So critical point is actually x is equal to 1 and y is equal to 1. Okay, അപ്പോൾ ഇനി നമുക്ക് 1 1ലുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്താം. f of 1 1 is actually equal to 2 plus 2 into 1 plus 2 into 1, x നും y ക്കും 1 കൊടുക്കുക, minus 1 square minus 1 square.
which is actually 4 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ പോയിന്റ്സിലാണ്, ഇതിന്റെ അകത്താണ് 1 1 എന്നുള്ള പോയിന്റ്. അവിടെയുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഈസ് ആക്ച്വലി 4. സോ ഇതിന്റെ അകത്ത് മാക്സിമോ മിനിമോ കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ആ പോയിന്റ് ആണ് 1 1. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഈസ് 4. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റീരിയർ പോയിന്റ്സിന്റെ കേസ് കഴിഞ്ഞു. കാരണം ഇന്റീരിയർ പോയിന്റ്സിൽ മാക്സിമം മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ അവിടെ എന്തായിരിക്കണം? പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് ആ കൂടെ ഉള്ള ഇന്റീരിയർ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഏത് മാത്രമാണ്? മാക്സിമം മിനിമം കിട്ടാൻ സാധ്യതയുള്ള ആ കൂടെ ഉള്ള ഇന്റീരിയർ പോയിന്റ് 1 1 മാത്രമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ബൗണ്ടറി പോയിന്റ്സ്. ബൗണ്ടറി പോയിന്റ്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ്സ് ഇതാണ്. ഓക്കെ, ഈ ലൈനാണ് ബൗണ്ടറി. ആ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ആ ലൈനിന്റെ കേസിൽ y = 0 ആണ്. എക്സിന്റെ വാല്യൂ 0 തൊട്ട് 9 വരെ. സോ 0 < x < 9. ഇതാണ് ഫസ്റ്റ് ബൗണ്ടറി. ഓക്കെ, അപ്പൊ ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. f of x y 2 + 2x + 2y - x² - y². ഇവിടെ yക്ക് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഈ ബൗണ്ടറിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ്. സോ y = 0 ആകുമ്പോൾ f of x 0 is equal to x 0 is equal to 2 plus 2 into 0. 2 into 0 is 0. Sorry, 2 into x. X 0 അല്ല, y ആണ് 0. 2 into 0 minus x² minus 0², which is equal to 2 plus 2x minus x². ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് f of x 0 എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ്. ഇതിന്റെ അകത്ത് വേരിയബിൾ x മാത്രമേ ഉള്ളൂ. y = 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇതിനെ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആക്കി കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ x മാത്രമേ ഉള്ളൂ, y ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ കേസിൽ ഇതിന്റെ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂഷ്വലി പഠിച്ച ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ f' of x is equal to, ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ 2 plus 2ന്റെ ഡെറിവേറ്റീവ് is 0, 2xന്റെ ഡെറിവേറ്റീവ് is 2, minus x² ഡെറിവേറ്റീവ് is 2x. Okay, which is equal to 0 implies 2 is equal to 2x. So x is equal to 1. Okay, so ഈ ഫംഗ്ഷന്റെ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ x is equal to 1 എന്നുള്ള പോയിന്റ് ആണ്. അവിടെയും y is equal to 0. അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ്, ഇതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് എന്താണ്? ഇതിന്റെ അറ്റത്തുള്ള പോയിന്റ്സ്. എക്സിന്റെ വാല്യൂ എന്താണ്? 0 അല്ലെങ്കിൽ 9. സോ ഇവിടെ കേസിൽ നമുക്ക് x is equal to 0 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, x is equal to 9 എന്നുള്ള പോയിന്റ് ഉണ്ട്. അവിടെ ഇന്റീരിയർ പോയിന്റ് x is equal to 1. ഇവിടെ നമുക്ക് 3 ഡിഫറെന്റ് പോയിന്റ്സ് കിട്ടി ഈ ലൈനിന്റെ അകത്ത്. ഏത്? y is equal to 0 എന്നുള്ള ലൈന് 0യ്ക്കും 9നും ഇടയ്ക്ക് എക്സിന്റെ വാല്യൂ. അവിടെ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. അവിടെ എല്ലാം വൈയുടെ ആൻസർ എന്താണ്? 0 ആണ്. ഇനി നമുക്ക് ആ ഫംഗ്ഷന്റെ അകത്ത് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യം x 0യും y 0. f of 0 0 0 0 is equal to 2 plus 2 into 0 0 plus 2 into 0 0 minus 0 minus 0, which is actually equal to 2. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? x 9ഉം y 0യും അറ്റ് 9 0. f of 9 0 is equal to 2 plus 2 into 9 പ്ലസ് ഇത് എക്സ് അല്ല, ഇൻറ്റു ആണേ, 2 into 0 മൈനസ് 9² മൈനസ് 0², which is equal to 2 plus 18 plus minus 81, which is minus 61 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എക്സും 1 ആകുക, y 0 ആകുക. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റ് അറ്റ് 1 0. f of 1 0 is equal to 2 plus 2 into 1
plus 2 into 0 minus 1 square minus 0 square, which is 2 plus 2, 4, 4 minus 1, which is 3. ഓക്കെ, ഇവിടെ ഫംഗ്ഷന് 3 വാല്യൂസ് കിട്ടി. ഒന്ന് 2, 2 3, 3 മൈനസ് 61. ഇങ്ങനെ 3 ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ലൈൻ എടുത്തു. ഓക്കെ, ആദ്യത്തെ ലൈൻ എടുത്തു. ഇനി രണ്ടാമത് നമുക്ക് വേറൊരു ലൈൻ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ലൈൻ എന്താണ്? രണ്ടാമത്തെ ഓൺ ദ ബൗണ്ടറി ലൈൻ അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുന്ന ബൗണ്ടറി ലൈൻ. അവിടെ വൈയുടെ വേരിയേഷൻ എവിടെ തൊട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. വൈയുടെ വാല്യൂ 0 തൊട്ട് എവിടം വരെ 9 വരെ വേരിയേഷൻ ഉണ്ടായി. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഓക്കെ, അവിടെ നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് 2 പ്ലസ് 2x പ്ലസ് 2y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0y ഇസ് ഈക്വൽ ടു 2 പ്ലസ് 0 പ്ലസ് 2y മൈനസ് 0 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് 2 പ്ലസ് 2y മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇത് വൈയിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണ്. സോ ഇതിന്റെ മാക്സിമം മിനിമം കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. സോ ഇതിന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എഫ് ഡാഷ് വൈ 0 ആകുന്ന പോയിന്റ്സ്, കാരണം ഒറ്റ വേരിയബിളേ ഉള്ളൂ. എഫ് ഡാഷ് വൈ ഈസ് ഈക്വൽ ടു 2ന്റെ ഡെറിവേറ്റീവ് ഈസ് 0, 2y ഡെറിവേറ്റീവ് ഈസ് 2, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2y, which is equal to 0. So which means 2 minus 2y is equal to 0, which implies y is equal to 1. So നമുക്ക് ഇന്റീരിയർ പോയിന്റ്സ് കിട്ടി. ഇവിടെ ഈ ലൈനിന്റെ അകത്ത് y is equal to 1 എന്നുള്ള പോയിന്റിലാണ് മാക്സിമോ മിനിമോ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്. അവിടെയും നമ്മൾ എന്ത് നോക്കണം? ബൗണ്ടറി പോയിന്റ്സ് നോക്കണം. ഓക്കെ, സോ y is equal to 1 എന്നുള്ള പോയിന്റ് ഉണ്ട്. സോ അവിടെ നമുക്ക് 3 പോയിന്റ്സ് ആ ഉള്ളത്. y is equal to 1 എന്നുള്ളൊരു പോയിന്റ്, വിച്ച് ഈസ് ദ ഇന്റീരിയർ പോയിന്റ്. അടുത്തത് y is equal to 0 എന്നുള്ളൊരു പോയിന്റ്. അടുത്തത് y is equal to 9 എന്നുള്ള പോയിന്റ്. അതാണ് എക്സ്ട്രീം ആയിട്ടുള്ളൊരു പോയിന്റ്. ഇനി നമ്മൾ ഇവിടെ എല്ലാ എക്സിന്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് 3 പോയിന്റ്സ് കിട്ടും. ഒന്ന് 0, 1, 2 0, 0, 3 0, 9. ഈ 3 പോയിന്റ്സിനുമുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 0, 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. ബാക്കി 2 പോയിന്റ്സിനുമുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. ദാറ്റ് ഈസ് f of 0, 1, which is equal to 2 plus 2 into 0 plus 2 into 1 minus 0 square minus 1 square, which is 2 plus 2, 4 minus 1, which is 3. അടുത്തത് f of 0, 9, which is 2 plus 2 into 0 plus 2 into 9 minus 0 square minus 9 square. X ന് 0 കൊടുക്കുക, y ക്ക് 9 കൊടുക്കുക, which is actually 20 minus 81, which is minus 61 എന്ന്. സോ ഇവിടെ നമുക്ക് 3 പോയിന്റ്സിലും അവിടെയുള്ള വാല്യൂസും കിട്ടി. അവിടെ മാക്സിമം മിനിമം കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ്സും അതിന്റെ വാല്യൂസും നമുക്ക് കിട്ടി. ഇനി മൂന്നാമതൊരു ലൈൻ സെഗ്മെന്റ് കൂടെ നമുക്കുണ്ട്. ആ ലൈൻ സെഗ്മെന്റ് കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ y is equal to 9 minus x is equal to 9 minus x എന്നുള്ള ഒരു ലൈനാണ് നമുക്ക് മൂന്നാമതുള്ള നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലൈൻ സെഗ്മെന്റ്സിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് മാക്സിമം മിനിമം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ അവിടെ നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ ലൈൻ സെഗ്മെന്റ് on the boundary y is equal to 9 minus x. ഇതായിരുന്നു ആ ലൈൻ. ഓക്കെ, ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ is equal to 2 plus 2x plus 2y minus x square minus y square.
ഇവിടെ നമ്മൾ വൈക്ക് 9 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. സോ എഫ് ഓഫ് എക്സ് 9 മൈനസ് എക്സ് വിച്ച് ഈസ് 2 പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു 9 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു 9 ഈസ് 18 minus 2x minus x square minus of 9 square which is 81 minus 18x plus x square. So which is 2 plus ഇവിടുത്തെ 2x ഉം 2x ഉം ക്യാൻസൽ ആക്കി കളയാം. So 2 plus 18 minus x square minus 81 plus 18x മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ minus x square. X square and x square cancel ചെയ്ത് കളയാം. So 20 minus 81 is minus 61 plus 18x. മനസ്സിലായോ? സോറി ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് അല്ലല്ലോ, minus 2x square. സോറി. ഹലോ മക്കളെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. എവിടം വരെ കേട്ടായിരുന്നു? എൻ്റെ ലാപ്ടോപ്പ് ഹാങ് ആയിപ്പോയി, അപ്പൊ അതുകൊണ്ട് പറ്റിയതാണ്. എവിടം വരെ ഞാൻ കേട്ടായിരുന്നു? അതായത് മൂന്നാമത്തെ y = 9 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരെ കേട്ടായിരുന്നോ? ഹലോ 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 സർ. മക്കളെ എവിടം വരെ കേട്ടായിരുന്നു? y = f of x 9 മൈനസ് എക്സ് പറഞ്ഞ തീരുന്നിടം വരെ. അവിടം വരെ. അപ്പൊ അതായത് ഈ ആൻസർ കിട്ടിയതും വരെ ഒക്കെ ആണോ? -61
പ്ലസ് 18x മൈനസ് 2x സ്ക്വയർ. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറും മൈനസ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്ത് മൈനസ് 2x സ്ക്വയർ. ഓക്കെ, ഇനി ഇതും എക്സിന്റെ മാത്രമുള്ള വേരിയബിൾ ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ്സ് കണ്ടെത്താം. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇവിടെ മൈനസ് 61ന്റെ ഡെറിവേറ്റീവ് ഈസ് 0, 18xന്റെ ഡെറിവേറ്റീവ് ഈസ് 18, minus 2x square derivative is 4x is equal to 0. So which implies 18 is equal to 4x, which implies x is equal to 18 by 4, which is actually 9 by 2. Okay, so ഇവിടെ y is equal to 9 minus x ആണ്. So x is equal to 9 by 2 ആകുമ്പോൾ y is equal to 9 minus 9 by 2, which is actually 9 by 2. So ഇവിടെ നമുക്ക് കിട്ടിയ ഇന്റീരിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? x is equal to 9 by 2, y is equal to 9 by 2. ഇവിടെ നമുക്ക് n പോയിന്റ്സ് ഉണ്ട്. ഇവിടെ n പോയിന്റ്സ് ഞാൻ ഓൾറെഡി വരച്ചതാണ്. ഒന്നാമത്തെ n പോയിന്റ് 0 9ഉം 9 0യും, രണ്ടാമത്തെ n പോയിന്റ് 0 9ഉം ആണ്. ഇങ്ങനെ രണ്ട് n പോയിന്റ്സ് ആണ് നമ്മളുള്ളത്. ഈ രണ്ട് n പോയിന്റ്സിനുമുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. സോ ഇനി അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സോ ഇവിടുത്തെ കേസ് ഇന്റീരിയർ പോയിന്റ്സ് മാത്രമുള്ള വാല്യൂ കണ്ടുപിടിച്ചാണ്. സോ എഫ് ഓഫ് 9 by 2, 9 by 2 is equal to 2 plus 2 into 9 by 2 plus 2 into 9 by 2 minus 9 by 2 the whole square minus 9 by 2 the whole square, which is equal to 2 plus 2 into cancel ആക്കിയിട്ട് 9, 2 into cancel ആക്കിയിട്ട് 9, which is 81 by 4 minus 81 by 4, which is 20 minus 81 by 4 minus 81 by 4 is 81 by 2. Okay, 2 times 81 by 4 എന്ന് കിട്ടും, which is actually 40 minus 41 by 2 എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ബൗണ്ടറി പോയിന്റ്സിലും ഇന്റീരിയർ പോയിന്റ്സിലുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ മാക്സിമം മിനിമം എഴുതുക. ഇനി നമ്മൾ ചെയ്യുന്നത് കൂട്ടത്തിലുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ആണ് ഫംഗ്ഷന്റെ മാക്സിമം, കൂട്ടത്തിലുള്ള ഏറ്റവും മിനിമം വാല്യൂ ആണ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ. സോ നമുക്കുള്ള പോയിന്റ്സ്, ആദ്യത്തെ നമ്മുടെ ഇന്റീരിയർ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോയിന്റ് 1 1 എന്നുള്ള പോയിന്റ് ആയിരുന്നു. അവിടെ എഫിന്റെ വാല്യൂ ഐ തിങ്ക് 4 എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്റീരിയർ പോയിന്റ്സ് കഴിഞ്ഞു. ഇനി ബൗണ്ടറി പോയിന്റ്സ് എടുത്തപ്പോൾ ബൗണ്ടറി പോയിന്റ്സിലുള്ള ഫംഗ്ഷന്റെ മാക്സിമം നമ്മൾ ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ലൈൻ എടുത്തു. അവിടെ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ് 0 0, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 2 ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ്സ് 9 0, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ -61 ആയിരുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് 1 0, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 3 ആയിരുന്നു. ഇനി രണ്ടാമത്തെ ബൗണ്ടറി പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറി എടുത്തു. അവിടെയും നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ് 0 0, അവിടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 2 ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് 0 9, അവിടുത്തെ വാല്യൂ എഫ് ഓഫ് 0 9 ഇസ് ഈക്വൽ ടു -61. മൂന്നാമത്തെ പോയിന്റ് എഫ് ഓഫ്, അവിടെ നമുക്ക് മിനിമം കിട്ടിയ പോയിന്റ് എന്തായിരുന്നു? എഫ് ഓഫ് 0 1, അവിടുത്തെ ആൻസർ 3. ഇനി നാലാമത് നമ്മൾ y is equal to 9 minus x എന്നുള്ള ലൈൻ എടുത്തു. അവിടെ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്. ഒരു പോയിന്റ് 9 0, രണ്ടാമത്തെ പോയിന്റ് 0 9, മൂന്നാമത്തെ പോയിന്റ് എഫ് ഓഫ് 9 by 2, 9 by 2, അവിടെ കിട്ടിയ വാല്യൂ -41 by 2. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷന്റെ കിട്ടിയ, അപ്പൊ ഈ പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഫംഗ്ഷന്റെ മാക്സിമോ മിനിമോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണ് ഫംഗ്ഷന്റെ മാക്സിമം.
ഈ കൂട്ടത്തിൽ ഏതാണോ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ അതാണ് ഫംഗ്ഷന്റെ മിനിമം. കൂട്ടത്തിലുള്ളതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം കിട്ടിയത് -61 ആണ്. ഓക്കെ, സോ ഫംഗ്ഷന്റെ മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് 90യും 09ഉം ആണ്. കൂട്ടത്തിലുള്ള ഏറ്റവും മാക്സിമം വാല്യൂ 4 ആണ്. സോ ഫംഗ്ഷന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന വാല്യൂ 11ലാണ്, മാക്സിമം വാല്യൂ എന്നുള്ളത് 4 ആണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്, നമ്മൾ ആദ്യം ഫംഗ്ഷന്റെ കേസിൽ ഇന്റീരിയർ പോയിന്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ഇന്റീരിയർ പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കും. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ബൗണ്ടറി എടുക്കും. ബൗണ്ടറിക്കകത്തെ ഫംഗ്ഷന്റെ മാക്സിമം മിനിമം എടുക്കുന്ന കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ്സ് എടുക്കും. അവിടെയും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. കൂട്ടത്തിൽ ഏറ്റവും മാക്സിമം കിട്ടുന്ന വാല്യൂ ആണ് ഫംഗ്ഷന്റെ മാക്സിമം, കൂട്ടത്തിൽ ഏറ്റവും മിനിമം കിട്ടുന്ന വാല്യൂ ആണ് ഫംഗ്ഷന്റെ മിനിമം. ഇവിടെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഐ തിങ്ക് 1 എന്നുള്ള പോയിന്റ് ആണ്. മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി 90യും 09 എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സിലാണ് ഫംഗ്ഷന്റെ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് അബ്സല്യൂട്ട് മാക്സിമം അല്ലെ അബ്സല്യൂട്ട് മിനിമം ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ കൂട്ട് ചെയ്യാൻ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും ബൗണ്ടറി പോയിന്റ്സിൽ കൂടെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അവിടെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദിസ് ഈസ് ദ തിങ് വിച്ച് വി നീഡ് ടു എസ്റ്റാബ്ലിഷ്. ഇതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം. ഇതൂടെ പറഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം കൾമിനേറ്റ് ചെയ്തു. ഞാൻ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതുകൂടെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പം താങ്ക് യു. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് മാനസികാവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. സോ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?